നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രകാരമാണ്. അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ യേശു നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾ വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, ഹല്ലേലൂയ, കെട്ടുകഥകൾ വേണമെങ്കിൽ പറഞ്ഞു. പക്ഷേ പ്രസംഗിക്കാതിരിക്കേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, യേശു നാമം നിങ്ങൾ പറയരുത്. ഹല്ലേലൂയ. യേശു നാമം നിങ്ങൾ പ്രഘോഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ യേശു നാമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിന്മകൾ വിട്ടുപോകും, അന്ധകാര ശക്തികൾ വിട്ടുപോകും, പൈശാചിക പീഡകൾ വിട്ടുപോകും. ഹല്ലേലൂയ. വീട്ടിൽ പ്രാർത്ഥിക്കുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിത പങ്കാളി പറയുന്നത്, നീ പ്രാർത്ഥിക്കാതിരിക്കാമോ? നീ ടി വി കണ്ടോ കുഴപ്പമില്ല, നീ വർത്താനം പറഞ്ഞോ കുഴപ്പമില്ല, നീ പുറത്ത് പോയി അയൽക്കത്ത് പോയി വർത്താനം പറഞ്ഞോ, പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, പ്രാർത്ഥന അങ്ങ് നിർത്ത്. നിൻ്റെ പ്രാർത്ഥനയാണ് സകലവിധ പ്രശ്നങ്ങൾക്കും കാരണം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ചേച്ചി പറഞ്ഞു, ഞാൻ ഒരു പന്തക്രിസ്ത കുടുംബത്തിൽപ്പെട്ടതാണ്. അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ ഒന്ന് വിളിക്കണം എന്ന് തോന്നി. കാരണം ഞാൻ ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് മാറി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത ചേട്ടൻ പറഞ്ഞു, നീ മാതാവിനെ വിളിച്ചതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാണ്. ഞാൻ പറഞ്ഞു, മാതാവിനെ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയോ അന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം എന്താ, ഈ ലോകത്തിലുള്ള സകല ശക്തിയുടെ മേൽ ദൈവമായ കർത്താവ്, യേശുവല്ല, ദൈവമായ കർത്താവ് അധികാരം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വെളിപാട് 12:10 തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയുടെ സകല പ്രശ്നങ്ങൾക്കും മാറാനുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയെ മുട്ടിപ്പായിട്ട് പിടിച്ചോ. പരിശുദ്ധ അമ്മ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ ദിവസത്തിൽ പ്രകാരം പറയണത്, എൻ്റെ കൈകളിൽ നിൻ്റെ ഹൃദയവും നിൻ്റെ കുടുംബ പ്രശ്നങ്ങളും ഭരമേൽപ്പിക്കുക, ഞാൻ അത് ചെയ്തു തരും.